നമ്മളുള്ളത് കൊച്ചിയിലെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള ഒരു പബ്ലിക് ഓപ്പൺ ജിമ്മിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് അല്ലെ. എല്ലായിടത്തും പോയി കഴിഞ്ഞാലും ഈ പബ്ലിക് ഓപ്പൺ ജിമ്മിൽ പോയി കഴിഞ്ഞാലുള്ള നമ്മൾ കണ്ട ഒരു കോമൺ സാധനമാണ് അല്ലെ. എല്ലായിടത്തും ഉണ്ട് ട്വിസ്റ്റി നന്നായിട്ട് ട്വിസ്റ്റി. അപ്പൊ വാർത്തകളുണ്ട്, അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമ്മൾ മാത്രമല്ല ഈ പബ്ലിക് ഓപ്പൺ ജിമ്മിലുള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ നേരത്തെ തന്നെ വന്നിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ ബോധമുള്ള ആൾക്കാരാണ് ചിറ്റൂരുകാരെന്ന് തോന്നുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ നിന്നിട്ടൊരാള് അല്ലേ എഴുന്നേറ്റ് വന്നോ രാവിലെ എത്തിയോ? ഒരു 5:30 എല്ലാ ദിവസവും 5:30. എവിടെ സ്ഥലം? എവിടെയാ? ചർച്ച് ചിറ്റൂര്. ആന്റണി. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴേ ചിറ്റൂരിൽ വന്നിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഫ്രെയിം വെക്കാൻ വേണ്ടി നോക്കി എവിടെയാണെങ്കിൽ നല്ലൊരു ഫ്രെയിം കിട്ടാൻ നോക്കിയപ്പോൾ ആരും പരസ്പരം കാണുന്നില്ല. ഭയങ്കര ആദ്യം കരുതി പുകമഞ്ഞാണെന്ന്. അതല്ല അല്ലേ? മാത്രമല്ല ഒരു മണമുണ്ട്. അത് നമ്മുടെ ഇടയാറ് കുറെ ഫാക്ടറികളുണ്ടല്ലോ, 400 കൂടുതൽ ഫാക്ടറികളുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം വരാറുണ്ട്. ചിറ്റൂര് പ്രദേശത്തേക്ക് അങ്ങനെ കുറവായിരുന്നു. ഇന്ന് 2-3 ദിവസമായിട്ട് അത് ഭയങ്കരമായിട്ടുണ്ട്. അതിലൊന്നും ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധവും ഒന്നും അങ്ങനെയൊന്നും ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴും വരാറില്ലല്ലോ. അതുകാരണം അവന് പ്രതിഷേധം കുറവാണ്. ഏലൂര് ഭാഗത്തോട്ടുള്ളവരൊക്കെ പ്രതിഷേധിക്കാറുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളിനെ പോലെ. ഞാനിപ്പോൾ ഇവിടെ ഈ ഏരിയയിലുള്ള മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പല പ്രാവശ്യം പ്രതിരോധമൊക്കെ നടത്തിയതാണ്. പക്ഷേ ഗുണമുണ്ടായില്ല. ഞങ്ങൾ 2-3 പ്രാവശ്യം പോയി കമ്പനിയൊക്കെ വളഞ്ഞതാണ്, സമരങ്ങളൊക്കെ നടത്തിയാണ്. ഇപ്പോഴും അതിങ്ങനെ തുടരുന്നുണ്ടല്ലോ. പിന്നെ അവർക്കൊന്നും മൈൻഡ് ചെയ്യാനില്ല. അവർ വലിയ വലിയ ആളുകളാണല്ലോ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതുകൊണ്ട് അവർ നമ്മളെന്നും ചെറിയ ചെറിയ ആളുകൾക്കൊന്നും മൈൻഡ് ചെയ്യാറില്ല. 100 പേര് പോയി സമരം ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് ഈ പകലത്തെ ഈ പുലർച്ചെയാണോ ഇങ്ങനെ ഈ സ്മെല്ലടക്കം ഉണ്ടാവുന്നത്? ഇതൊരു വെളുപ്പിനൊക്കെയാണ് ഇത് വിടണത്. ആളുകൾ ഉറക്കത്തിലായിരിക്കുമല്ല. അപ്പോൾ പിന്നെ ഉണർന്ന് കഴിയുമ്പോൾ ഒരു 6 മണിക്ക് കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും കാണൂല. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ജിമ്മിനൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ വീട്ടിൽ എഴുന്നേൽക്കുമ്പോഴേക്കും 6 മണിയൊക്കെ ആവില്ല. പിന്നെ അവരൊന്നും കാണൂല. നേരം വിളിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ കാണാനില്ല. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ കാണാൻ പാടില്ല. ഇവിടെ നമ്മൾ ആദ്യം കരുത് മഞ്ഞാണെന്നാണ്. ഓടിക്കാൻ പറ്റണല്ല. പിന്നെ കുറച്ച് അത് നേരം വിളിക്കുന്നവരെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതങ്ങോട്ട് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് നേരം വിളിക്കുമ്പോൾ വിഷയമില്ല, പ്രതികരിക്കൂല. അതിരാവിലെ ഇറങ്ങുന്നവർക്കാണ് ഭയങ്കരമായിട്ട് വണ്ടി ആക്സിഡന്റ് വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് ഈ കമ്പനി അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇപ്പം ഇതൊന്നും ആരും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതല്ല. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഈ രാവിലെയുള്ള റോഡപകടങ്ങളൊക്കെ എത്രയോ വാർത്തകളാണ് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്, അതൊക്കെ കുറയ്ക്കണം. അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സമയത്ത് ആളുകളില്ല. എൻ്റെ ഒരു ആന്റണി, ചിറ്റൂര് ചർച്ച് റോഡിൻ്റെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വീട്. അവിടെ ഇത് കൂടുതലും ശ്രദ്ധിക്കേണ്ട പൊല്യൂഷൻ കൺട്രോളല്ലേ ശരിക്കും നോക്കേണ്ടത്. അവർ വേണ്ട പോലെ അവരുടെ ജോലി കൃത്യമായിട്ട് നീതിയും സത്യവും പുലർത്തിക്കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ. ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ആന്റണി ചേട്ടൻ ബോഡി അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഈ എക്സസൈസ് വിടാറില്ല അല്ലേ? അല്ല, ഞാനങ്ങനെ 10-20 വയസ്സിൽ തുടങ്ങിയതാണ്. പിന്നെ ഇടക്കാലത്ത് വെച്ച് നിർത്തി. പിന്നെ ഇങ്ങനെ ഇപ്പോൾ 19 വയസ്സ് കഴിഞ്ഞല്ല. അപ്പോൾ കുറച്ച് ഫാറ്റൊക്കെ കയറിയെന്ന് തോന്നി. വീണ്ടും തുടങ്ങിയതാണ്. യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു മോട്ടിവേഷനാണ്. കാരണം കണ്ടോ, ഇങ്ങനെ വേണം. ഇഷ്ടംപോലെ ആളുകളുണ്ട്. പിന്നെ ഇത് നമ്മുടെ IBയുടെ MBയുടെ ഒരു ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പൈസ ഉപയോഗിച്ച്, പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ മറ്റുള്ള സഹപ്രവർത്തകരെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ടുണ്ടാക്കിയൊരു സ്ഥാപനമാണ്. ഇവിടെ അതിക്ക് മുമ്പ് ഇവിടെ മാലിന്യം കുറേ ആളുകൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ഇവിടെ ആകെ റോട്ടിൽ കൂടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇത് ആ ഒരു സ്ഥലമാണ് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അതുകൊണ്ട് ഇപ്പം മാലിന്യം ആരും ഇടണമില്ല. ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ വെളുപ്പിന് വന്നിട്ട് എക്സസൈസ് ചെയ്യാൻ 10 പൈസ, ഇപ്പോൾ ഓപ്പൺ ജിം ആയതുകൊണ്ട് പൈസയും കൊടുക്കണ്ട. മറ്റേത് 10,500 മാസം കൊടുത്തിട്ട് പോകണം. ഇതാകുമ്പോൾ ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നാണ് പറയാനുള്ളത്. പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഓക്കെ റെഡി. അപ്പോൾ കണ്ടിന്യൂ. ആന്റണി ചേട്ടനാണ് വിശേഷങ്ങൾ പറഞ്ഞത്. അപ്പം ഇവിടുത്തെ ചില പ്രശ്നങ്ങളെ കുറിച്ചും ആന്റണി ചേട്ടൻ സൂചിപ്പിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഈ പറയുന്നത് പോലെ ഈ പുകമഞ്ഞ് അല്ലെ, പുക, ഈ കമ്പനികളിൽ നിന്ന് വരുന്ന വിഷപ്പുക തന്നെയാണ്. ഇത് രാവിലെ ഒരു കൂട്ടം ആൾക്കാർ നമ്മളോട് വന്നത് പറഞ്ഞതാണ്. അത് പ്രശ്നമുണ്ടാക്കുന്നത് അതിരാവിലെ എഴുന്നേറ്റ് ഇതുപോലെ വ്യായാമം ചെയ്യാൻ ഇറങ്ങുന്നവരെയാണ്. ഇനി നമ്മൾ നിതിൻ ഒരു വാർത്തയുമായിട്ട് കൊച്ചിയിൽ റെഡി ആയതുകൊണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അക്കൗണ്ട് ഓഫീസർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായേക്കും. ദുരന്തമുണ്ടായ സമയത്ത് SDRFന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു,
അതിൽ എത്ര രൂപ ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്ത് കഴിയും തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത്. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചെയ്തത്. നിതിൻ, എന്തായാലും ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു കേരളം കണക്കുകൾ നൽകാൻ വൈകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കേരളവും കേന്ദ്രവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുമ്പോഴാണ് ഇത് വയനാട്ടിലേക്കുള്ള ഈ സഹായം അതിങ്ങനെ നീണ്ടു പോകുന്നു. പക്ഷെ കോടതി ഇടപെടുന്നു, കേന്ദ്രവും വ്യക്തമാക്കണം, സംസ്ഥാനവും വ്യക്തമാക്കണം, ഈ കണക്കുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. അപ്പോൾ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് അക്കൗണ്ടിൽ എത്ര ഉണ്ടായിരുന്നു, അതിൽ എത്ര വിനിയോഗിച്ചു, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് അറിയിക്കുമായിരിക്കും അല്ലേ കോടതിയിൽ സർക്കാർ? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് കോടതിയിൽ സർക്കാർ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നൽകിയിരിക്കുന്നത്. ഫണ്ട് ലഭിച്ചില്ല എന്ന കേന്ദ്രവും സംസ്ഥാനവും അതോടൊപ്പം തന്നെ കൃത്യമായ കണക്ക് നൽകിയില്ല എന്ന കേന്ദ്രവും അങ്ങനെ പരസ്പരം പഴിചാരുകയാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ജനങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്നലെ നൽകിയിരിക്കുന്നത്. കേവലം ഒരു സാങ്കേതിക വാക്കുകൾക്കപ്പുറം എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉന്നയിച്ചിരിക്കുന്നത്. അതിന് കേന്ദ്രവും അതിൽ വിശദീകരണം നൽകണം. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര ഉണ്ട്, അതുമാത്രമല്ല ഈ ദുരന്തം നടക്കുമ്പോൾ എത്ര രൂപയുണ്ട്, ഇതിൽ എത്ര ഉപയോഗപ്പെടുത്താൻ സാധിച്ചു, അതോടൊപ്പം തന്നെ ഏത് നിലയിൽ ഇത് വിനിയോഗിക്കാൻ കഴിയുമെന്ന ഒരു വിശദമായ വിവരം റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അക്കൗണ്ടിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ റിപ്പോർട്ട് ഇന്ന് നൽകണം. നേരിട്ട് തന്നെ SDRFന്റെ അക്കൗണ്ടിൽ നേരിട്ട് തന്നെ ഹൈക്കോടതിയിൽ ഹാജരാകണം എന്ന നിർദ്ദേശമാണ് എന്തായാലും നൽകിയിരിക്കുന്നത്. ദുരന്തമുണ്ടായി ഇന്നുവരെ ഇടക്കാല ഫണ്ടായി കേന്ദ്രം എത്ര നൽകിയിട്ടുണ്ട്, ഇനി എത്ര നൽകാൻ കഴിയുമെന്ന് കേന്ദ്രവും വിശദീകരിക്കണം. അങ്ങനെ നമ്മുടെ SDRF ഫണ്ടിൽ എത്ര രൂപയുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിശദമായ കണക്കാണ് എന്തായാലും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ദുരന്ത നിവാരണ ഫണ്ടിന്റെ നീക്കിയിരിപ്പ് ഏത് നിലയിൽ വയനാട്ടിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു എന്ന കാര്യത്തിലൊക്കെ തന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ളതുകൊണ്ട് ഒരു പക്ഷേ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം ജനങ്ങളുടെ പുനരധിവാസം എപ്പോൾ നടപ്പാക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് എന്തായാലും കോടതിയും ഉന്നയിക്കുന്നത്. പ്രജിൻ. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ നമ്മുടെ റീന സതീശൻ ചേച്ചിയുടെയാണെന്ന് തോന്നുന്നു ഒരു ഫ്രണ്ട് ദിവ്യ, ഒരു ആത്മസുഹൃത്താണ്, എപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ്. ദിവ്യക്ക് ഹായ് പറയണം. ദിവ്യ ഹായ്. അതുപോലെ തന്നെ നാസർ KP സുപ്രഭാതം പറയുന്നുണ്ട്. എപ്പോ എണീക്കും നിങ്ങളെന്ന് നവാസ് പക്കാട് ചോദിക്കുന്നു. നിങ്ങൾ വളരെ നേരത്തെ എഴുന്നേക്കും കേട്ടോ. സീന മുഹമ്മദ് ഒരു കാര്യം പറയുന്നു, ആരുടെ ഫണ്ടായാലും ജനങ്ങളുടെ നികുതി പണമാണ് എന്ന കാര്യം ഓർക്കണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സഹായം ആവശ്യമുള്ള സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അതല്ലേ ചോദ്യം. അപ്പൊ ആശ ചേച്ചി ഇന്ന് ലേറ്റ് ആണ്. മിനി ബാബു ചേച്ചി ഇന്ന് ഇത്തിരി തിരക്കൊണ്ട് ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കാൻ പോകണം 7 മണിക്ക്. അപ്പൊ വേഗം പോയിട്ട് വരൂ. ലോല പറയുന്നു നിങ്ങൾ എന്റെ വീടിനടുത്താണ്, സത്യത്തിൽ ഇത്രയും പുകയാണ് അല്ല, ഇതാണ് പറയുന്നത്, നേരത്തെ എഴുന്നേക്കണം, അപ്പൊ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്നിട്ട് എന്താ ഇവിടെയെങ്കിലും കണ്ടില്ലല്ലോ. ആർക്കെങ്കിലും നിത്യം ചെയ്യുന്ന പണി ചെയ്തിട്ട് തീരുന്നില്ലെങ്കിൽ വിളിച്ചോളൂ, ഉടൻ അവിടെ വന്ന് സഹായിക്കാനും കഴിവുള്ളവർ ചാറ്റ് ബോക്സിലുണ്ട് എന്ന് ആൽഫ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് എത്താറുണ്ട്. അപ്പോ ഇവിടെ നാട്ടുകാർ നമ്മുടെ പല കാര്യങ്ങളും നമ്മളെ കണ്ട് ചിരിച്ചെപ്പോഴും സുന്ദരമായി ചിരിച്ചോണ്ട് കുറെ നേരമായിട്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ പേര്? ജാൻസി. എന്താ ചെയ്യുന്നത്? എനിക്കൊരു ഷോപ്പുണ്ട്. എല്ലാ ദിവസവും ഇവിടെ വരും? യെസ് വരും. എത്ര മണിക്കൂർ? ഞാൻ ശരിക്കും 4:30 എണീക്കും. പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു 5:45 ഇനി ഇവിടെ വരും. അപ്പൊ ദിവസം അവസാനിക്കുന്ന എപ്പോ കിടന്നുറങ്ങാൻ പറ്റും? ഉറങ്ങുന്നത് ഒരു 10 o'clock. നന്നായിട്ട് വിയർക്കുന്നവരെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അല്ലേ, അതിന്റെ ഒരു എനർജി വേറെ തന്നെ. പിന്നെ ചെയ്ത് കഴിയുമ്പോഴും നല്ലൊരു എനർജി, അല്ലെങ്കിൽ നമുക്ക് ആ ദിവസം ഒരു ചെയ്തില്ലെങ്കിൽ വിഷമമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഈ എക്സർസൈസ് ചെയ്താൽ നമ്മുടെ മനസ്സിനും ശരീരത്തിന് മാത്രമാണ് ഗുണമെന്ന്. ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും ആ ഒരു ഡേ നമ്മൾ ഫുൾ എനർജി ആയിരിക്കും. അപ്പൊ ആ ഫുൾ എനർജിയിൽ പോട്ടെ. താങ്ക് യു സോ മച്ച് 24/7 ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. യെസ്, അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇവിടെയുണ്ട്. നിത്യേന എത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സുഖമെന്ന് പറയുന്നത് ഇവിടെ എന്താണ് പറയാ, എല്ലാവരും ടീമായിട്ട് വന്നിട്ട് അല്ലേ, ഒരു സംഘമായിട്ട് വന്നിട്ടാണ് പലപ്പോഴും ഇവിടെ എക്സസൈസ് ചെയ്യുന്നതാണ്. അവിടെ ഒരു ഓപ്പൺ ജിം മാത്രമല്ല, ഒരു ചെറിയ സ്റ്റേജ്, അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ? മിനിമം ഒരു പാട്ട് നമുക്ക് അവതരിപ്പിക്കാം, പോകെ അവതരിപ്പിക്കാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് പാട്ടിനെ കുറിച്ച് ആലോചിക്കാം. നമ്മുടെ സലിം മാലിക് അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അല്ലേ. നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറിയിൽ നഴ്സിംഗ് കൗൺസിലിനോടും ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയോടും സർക്കാർ വിശദീകരണം തേടും. മെഴ്സി കോളേജിന് അധിക സീറ്റ് അനുവദിച്ച സാഹചര്യവും സർക്കാരിനെ അറിയിക്കാൻ വൈകിയതിന്റെ കാരണവും നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് വിശദീകരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ സലിം മാലിക്കാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുക. സലിം, ഗുഡ് മോർണിംഗ് അഗൈൻ.
മറ്റൊരു വാർത്തയാണ് നമ്മൾ പുറത്തുകൊണ്ടുവന്ന ഒരു വാർത്തയാണ്. അതിലിപ്പോൾ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ അട്ടിമറി സംബന്ധിച്ച് എന്താണ് ഇങ്ങനെ സർക്കാരിന്റെ സീറ്റുകൾ ഈ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടത്, ഒരു വ്യക്തത ഉണ്ടോ, അതിൽ ആരുടെയൊക്കെ കീശയിലേക്ക് പണം പോയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരണം സലീം. അപ്പോൾ എന്താണ് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ? പ്രജിൻ ക്രിസ്റ്റീന, 24 ആ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയെങ്കിലും സർക്കാർ ഇടപെടുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇതിൽ ഈ നഴ്സിംഗ് സീറ്റ് അട്ടിമറിയിൽ സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് 24 പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷമാണ് വളരെ വൈകിയെങ്കിലും അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, അതല്ലെങ്കിൽ അതിലൊരു അന്വേഷണത്തിലേക്ക് വിശദീകരണം തേടാനെങ്കിലും സർക്കാർ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 2 വ്യത്യസ്ത വിശദീകരണങ്ങളാണ് തേടാനിരിക്കുന്നത്. അതൊന്ന് നഴ്സിംഗ് കൗൺസിലിനോടാണ്, മറ്റൊന്ന് ഫീസ് റെഗുലേറ്ററി കമ്മീഷനോടാണ്. അതായത് നഴ്സിംഗ് കൗൺസിലിനോട് വിശദീകരണം തേടുന്നത് ഈ ഏറ്റവും അവസാന നിമിഷം, അതായത് നവംബർ 30 അഡ്മിഷൻ അവസാനിക്കാനിരിക്കെ നവംബർ 27 രാത്രിയിൽ അധിക സീറ്റ് അനുവദിച്ച് വാളക മേഴ്സി കോളേജിനായി അധിക സീറ്റ് അനുവദിക്കുന്നു. അതിനുശേഷം മെറിറ്റ് അഡ്മിഷൻ നടത്താതെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ സീറ്റുകളും ഈ മാനേജ്മെന്റ് കോട്ടയിലേക്ക് അഡ്മിഷൻ നടത്തുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ 27 സീറ്റുകൾ അനുവദിച്ചാൽ അതിൽ 50% സീറ്റുകളും മെറിറ്റിലാണ് അഡ്മിഷൻ നടത്തേണ്ടത്. 15 സീറ്റും മെറിറ്റിൽ അഡ്മിഷൻ നടത്തേണ്ട സാഹചര്യത്തിലാണ് 27 സീറ്റും മാനേജ്മെന്റ് തന്നെ അഡ്മിഷൻ നടത്തുന്നത്. അതിന് വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. മാനേജ്മെന്റ് തലത്തിലും ഒപ്പം ഭരണതലത്തിലും ആ ഗൂഢാലോചന നടന്നിരുന്നു. അത് ഏത് സാഹചര്യത്തിൽ എന്നാണ് നഴ്സിംഗ് കൗൺസിലിനോട് ഇപ്പോൾ സർക്കാർ വിശദീകരണം തേടിയിരിക്കുന്നത്. ഫീസ് റെഗുലേറ്ററി കമ്മീഷനോട് വിശദീകരണം തേടിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഫീസ് ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. അധിക ഈ തുക ഈടാക്കിയത് ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് അതിൽ തുക നിശ്ചയിച്ച് നൽകിയത് എന്നതുൾപ്പെടെ ഫീസ് റെഗുലേറ്ററി കമ്മീഷനും വിശദീകരിക്കണം. അതിനുശേഷം ഒരു നടപടി കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. അപ്പോൾ ചിറ്റൂരിലെ ഈ പ്രധാന പാലത്തിന് തൊട്ട് താഴെയുള്ള പഴയ പാലത്തിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വളരെ മനോഹരമായ ചില കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് ഇതാ എത്തിക്കുകയാണ്. ഈഴരുതേ ഇല്ല. അപ്പോ ഈ മനോഹരമായ കാഴ്ചയിൽ ചീനവലകളുടെ ഒരു എന്താണ് സംസ്ഥാന സമ്മേളനം രക്ഷയില്ല. അതിഗംഭീരമായ മാത്രല്ല ഈ വൈദ്യുതി ലൈനിൽ ഒറ്റയ്ക്കിരുന്ന് എൻജോയ് ചെയ്യുന്നത്, ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ തെളിയിച്ചിരുന്നു. ഒരു ഇരട്ടവാലൻ കിളി ആരെങ്കിലും കണ്ടോ? വിനിലെ കണ്ടോ? ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. വൈദ്യുത കമ്പിയിരിക്കുന്ന ഒറ്റവാലൻ കിളിയെ ക്രിസ്റ്റീന, ഒറ്റയല്ല ഇരട്ടവാലൻ കിളി. അദ്ദേഹം ഇപ്പൊ ഞാൻ പറയുമ്പോ തന്നെ കണ്ടോ, ഇങ്ങനെ അവർ ഓരോരുത്തരായിട്ടിരുന്ന് അവരുടേതായ ലോകത്തിൽ എൻജോയ് ചെയ്യും. ചിലർ നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ്, അപ്പൊ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവട്ടെ. അതൊക്കെ ഇല്ലാന്ന് തന്നെ എനിക്ക് വയ്യ. ഒഴുകി വരുന്നതുണ്ടോ ഈ പോള കണ്ടോ? ഇതൊരു വലിയ പ്രശ്നമാണ് അല്ലെ? പലയിടങ്ങളിൽ ഇത് പ്രശ്നമാവാറുണ്ട്. അതിങ്ങനെ ഒഴുകി നീങ്ങുന്നുണ്ട്. എന്തായാലും ഇതൊരു നല്ല സുഖമുള്ള കാഴ്ചയാണ്. ഈ പറയുന്ന കൊച്ചിയുടെ പല ഇടങ്ങളിലും നമുക്ക് ഇങ്ങനെ ചീനവലകളെ കാണാമെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച, അതായത് ഒന്നിനു പിറകെ ഒന്നായി ചീനവലകളുള്ള ഒരു കാഴ്ച. അതിനിടയ്ക്ക് ഏറുമാടങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ആൾക്കാർ വന്നിരിക്കാനും. വള്ളങ്ങൾ ഇടയ്ക്ക് ഇതിന് എല്ലൂടെ പോകാറുണ്ട്. നമ്മൾ രാവിലെ വന്നപ്പോൾ ഒരു വള്ളം കണ്ടിരുന്നു. അപ്പോ ഇനി നമുക്ക് പ്രതീക്ഷ എപ്പോഴെങ്കിലും അതുണ്ടാവും എന്ന് അല്ലെ? നമ്മുടെ പ്രേക്ഷകരും റെഡിയാണ് ഓരോ കമന്റുകളുമായിട്ട്. അപ്പോ ഷാനു പറയുന്നു ഇന്നലെ പരിപാടി കാണാൻ പറ്റിയില്ല, സാരമില്ല ഇന്ന് കാണുക, നാളെയും മറ്റന്നാളും എല്ലാം കാണുക. റോമി പറയുന്നു നാളെ 6ാം വാർഷികം സ്പെഷ്യൽ മോർണിംഗ് വാക്ക് ഉണ്ടോ? ഇവിടെ കൊച്ചിയിൽ കിടന്ന് കറങ്ങരുത്, പലയിടത്തും വരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ വിഷ്ണു പോക്കാട്ട് എന്നും നഗരങ്ങളിൽ കറങ്ങാതെ നിങ്ങൾ ഇത് നാട്ടിൻപുറം, ഇത് നഗരമധ്യത്തിലുള്ള നാട്ടിൻപുറമാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മിച്ച കാര്യത്തെക്കുറിച്ച് ഒന്നും പറയണ്ടേ? കാരണം നാളെ ഡിസംബർ 8 തീയതിയാണ് പ്രേക്ഷകർ പറയുന്നത് പോലെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 24ന്റെ വാർത്ത നിങ്ങൾക്കൊപ്പം നമ്മൾക്കൊപ്പം തുടങ്ങിയിട്ട് നമ്മൾ ഒരുമിച്ച് തുടങ്ങിയിട്ട് 6 വർഷം പൂർത്തിയാവുകയാണ്. 6ാം വാർഷികമാണ് നാളെ. അപ്പോൾ ചില സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. സ്പെഷ്യൽ എന്താണ് പറയുക, പ്രോഗ്രാമുകളുണ്ട്. ചില മാറ്റങ്ങളൊക്കെ പ്രേക്ഷകർക്ക് നാളെ മുതൽ ഫീൽ ചെയ്യും എന്ന സസ്പെൻസ് ഉണ്ട് അല്ലെ? ലേഖ ജയനും ഷഫീർ മണ്ണാർക്കാട്, റഷീദ് CP, ഹനീഫ O, സുരേന്ദ്രകുമാർ PM, ആത്മവിദ്യാലയമേ എന്ന പാട്ട് പ്രജിൻ പാടണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ പോകാതിന് മുമ്പ് ഒരു വാർത്തയിലേക്ക് പോകണം. നമ്മുടെ അരുൺ കുളക്കട പറയുന്നുണ്ട്. സ്കൂളിലെ പ്രഭാത ഭക്ഷണം മുടങ്ങിയതോടെ സങ്കടമറിയിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് കത്തെഴുതി വിദ്യാർത്ഥികൾ. ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂമാല ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ കത്തെഴുതിയത്. പ്രശ്നത്തിൽ ഇടപെട്ട ലീഗൽ സർവീസ് അതോറിറ്റി സർക്കാർ ഇടപെടൽ ഉണ്ടാകും വരെ സുമനസ്സുകളുടെ സഹായത്തോടെ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. സങ്കടം വരുന്നുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരുടെ പ്രഭാത ഭക്ഷണം അങ്ങനെ മുടക്കാൻ പറ്റുമോ? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സാഹചര്യമില്ല. മുടങ്ങിപ്പോയ പദ്ധതി എങ്ങനെയെങ്കിലും തുടങ്ങണം.
പൂമാല ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് എഴുതിയത് ഇങ്ങനെ: ഈ വർഷം ഞങ്ങൾക്ക് കിട്ടുന്നില്ല പ്രഭാത ഭക്ഷണം. അപ്പം അതെന്നാന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ചേച്ചിമാർക്ക് പൈസ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പ്രഭാത ഭക്ഷണം കിട്ടുന്നത് കുറേ പിള്ളേർക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. ചില പിള്ളേർക്കൊന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം രാവിലെയൊക്കെ കിട്ടാറില്ല. അപ്പം സ്കൂളിൽ കിട്ടുന്ന അവർക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. അപ്പം ഞാനും ഇവളും കൂടി പഞ്ചായത്തിലെ പ്രസിഡന്റിന് കത്തെഴുതി കൊടുത്തത്. പഞ്ചായത്തിന് ലഭിക്കുന്ന വികസന ഫണ്ട് മുടങ്ങിയതാണ് 4 സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിയത്. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 4 ട്രൈബൽ സ്കൂളുകളിൽ 1 മുതൽ 6ാം ക്ലാസ് വരെയായിരുന്നു പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. ആ സാമ്പത്തിക വർഷത്തെ ഫണ്ട് കിട്ടാത്തതുകൊണ്ടും തുടർന്ന് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ 2,46,000 രൂപയോളം ഈ പൂമാല സ്കൂളിലെ PTA സാധാരണക്കാരായ കൂലിവേലക്കാരായ ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ അവർക്ക് തുറന്നു കൊണ്ടുപോകാൻ അത്ര വലിയൊരു ഭാരിച്ച തുക അവർക്ക് ബാധ്യത വന്നപ്പം തുറന്നു കൊണ്ടുപോകാൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ്. കുട്ടികളുടെ വിഷമം നിറഞ്ഞ കത്ത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടു. സുമനസ്സുകളുടെ സഹായത്തോടെ പദ്ധതി വീണ്ടും തുടങ്ങാൻ തീരുമാനമായി. പ്രഭാത ഭക്ഷണം കേരള ഗ്രാമീൺ ബാങ്ക് ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പദ്ധതിയുടെ ഫണ്ട് വരുന്നത് വരെയാണ്. പിന്നീട് ഫണ്ട് ആവശ്യമാണെങ്കിൽ അത് മുഴുവൻ കുട്ടികളിലേക്ക് ആവശ്യമായി ലഭ്യമാകുന്ന പക്ഷം മുഴുവൻ കുട്ടികളിലേക്ക് വ്യാപിപ്പിക്കാനും അത് കഴിഞ്ഞ് ഫണ്ട് കിട്ടുന്ന ഉടനെ തന്നെ എല്ലാവർക്കും സാധാരണ പോലെ പോകാമെന്നുമാണ് ഇത് ചെയ്തേക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താൽക്കാലിക പരിഹാരമായെങ്കിലും യൂണിഫോമും ഗ്രാന്റും സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്ന പരാതിയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 24 തൊടുപുഴ. അപ്പോൾ കുട്ടികളുടെ ആ ഭക്ഷണം അതിലൊരു ഇടപെടൽ എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് വേണം. അതുതന്നെയാണ് കുട്ടികൾ ആ രീതിയിൽ പ്രതിഷേധിച്ചതിന് കാര്യവും. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരട്ടെ. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കള്, ഇവരെ ഈ കൊച്ചി അടുത്ത് ഈ കുലുക്കി സർബത്ത്, ഹൽവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന യുവാക്കളാണ്. അപ്പൊ അവര് ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ഷഹദ് റഹ്മാൻ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. നമ്മൾ അന്ന് പറയുമ്പോൾ അപ്പൊ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുക എല്ലാവരും, അല്ലെ? കഷ്ടപ്പെട്ട് പണിയെടുക്കും, പക്ഷേ ഇഷ്ടത്തോടെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് രസമാണ്, അല്ലേ? അടിപൊളി. അപ്പോ ഇതാ നമ്മൾ നേരത്തെ ഈ പായലിന്റെ കാര്യം പറഞ്ഞില്ലേ. ഇതാ ഇവിടുന്ന് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പായല്, ഈ പോള അത് ഇങ്ങനെ വലിച്ചു നീക്കി മാറ്റുന്നുണ്ട്, കണ്ടോ? കാരണം ഇവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇതിങ്ങനെ കിടക്കുന്നത്. നമ്മൾ ഒരു ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളോട് പ്രശ്നങ്ങൾ പറഞ്ഞ ആ ഫ്രെയിമിലുണ്ട്, അവരെല്ലാവരും അവിടെ ഉണ്ട്. വിഷ്ണുവിന്റെ ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരെയും കൂടെ ഒന്ന് കാണിക്കുക. കാരണം അവര് രാവിലെ വന്ന് കേൾക്കില്ല, പക്ഷെ കാണാൻ പറ്റും ഇത്രയധികം ആൾക്കാർ ഈ ഒരു ആശങ്കയുമായി രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽപ്പുണ്ട് എന്നുള്ള കാര്യം. ഇവിടെ ഗായത്രി നിർമ്മല ചേച്ചി പറയുന്നുണ്ട്, വൈറ്റിലെ തൈക്കൂടം അടുത്ത് മനോഹരമായ ഒരു പാർക്കുണ്ട്, ഒരു കായലും കുഞ്ഞു ദ്വീപും, കുന്നല പാർക്ക്. ഒരു ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. നമുക്ക് പോയി കളയാം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അത്ര നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലത്. നമുക്ക് വരും ദിവസങ്ങളിൽ മോർണിംഗ് വാക്കുമായി അങ്ങോട്ടൊക്കെ വരാം. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകുന്നു. ഈ വൈദ്യുതി നിരക്ക് വർധന അത് മറ്റൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഇന്നിപ്പോൾ രാത്രി പന്തംകൊളുത്തി പ്രകടനത്തിന് എല്ലാ മണ്ഡലങ്ങളിലും ആ രീതിയിലൊരു പ്ലാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ നിരക്ക് വർധന അത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. സലീം മാലിക്കാണ് വീണ്ടും 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 ഓരോ വാർത്തകളുടെ വിശദാംശങ്ങളുമായി എത്തുന്നത്. സലീം, വെരി 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 ഗുഡ് മോർണിംഗ്. പക്ഷേ ഈ വാർത്ത അത്ര നല്ലതാണോ എന്ന് അറിയില്ല. പക്ഷേ ഒരു പ്രതിഷേധമാണ്. രാത്രി 7 മണിക്കാണ് ഇന്നത്തെ പ്രതിഷേധം എന്ന് മനസ്സിലാക്കുന്നത്. വൈദ്യുതി മന്ത്രി പറയുന്നത് ഒരുപാട് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവൂ, അല്ലാത്തവർക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. എന്നാലും പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലപാട് എന്നറിയുന്നു വിവരങ്ങൾ. പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ വാർത്ത അത്ര നല്ലതല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വൈദ്യുതി മന്ത്രിയൊക്കെ വിശദീകരിക്കുന്നത് വളരെ ചെറിയൊരു വർധനവ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അത് എല്ലാവർക്കും ബാധകമാകില്ല. 100 യൂണിറ്റിൽ താഴെ 50 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ബാധകമേ ആകില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 50 യൂണിറ്റിൽ താഴെ മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന ആരൊക്കെ കേരളത്തിലുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി അത് ആർക്കൊക്കെ ബാധകമാകുമെന്ന് മനസ്സിലാകാൻ. എന്തായാലും ആ വിഷയത്തിൽ കോൺഗ്രസ് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ തന്നെ ഈ നിരക്ക് വർധന പുറത്തു തൊട്ടു പിന്നാലെ തന്നെ KPCC അധ്യക്ഷൻ K. സുധാകരൻ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് എന്നറിയിച്ചിരുന്നു. അതിന്റെ ആദ്യഘട്ടം എന്നോണം ഇന്നലെ രാത്രി തന്നെ വിവിധ മേഖലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് കോൺഗ്രസ് അത് ഔദ്യോഗികമായി KPCC തന്നെ ആഹ്വാനം ചെയ്ത് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ രാത്രി പന്തംകൊളുത്തി പ്രകടനം ആണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടി. രാത്രി 7 മണിക്ക് പന്തംകൊളുത്തി പ്രതിഷേധം നടത്തണമെന്ന് ഓരോ മണ്ഡലം കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഇതിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം
ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു പരിശോധനകളും ഇല്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാർ റദ്ദാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ വൈദ്യുതി വർധനവ് അതിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ കൂടി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിലവിൽ 16 പൈസ യൂണിറ്റിനാണ് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ വിശദീകരിക്കുന്നത് വളരെ ചെറിയൊരു വർധനവ് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് തന്നെ അത് പരിശോധിക്കുമ്പോഴറിയാം, ഒരു യൂണിറ്റിന് 16 പൈസ എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും സാധാരണ ഒരാൾ ഉപയോഗിക്കുന്ന, ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണക്കാരുടെ വീട്ടിൽ തന്നെ ആ കണക്ക് തന്നെ വല്ലാതെ വലുതാകും. ഒപ്പം തന്നെ ഫിക്സഡ് ചാർജ് അതിനനുസരിച്ച് വർദ്ധിക്കും. ഒപ്പം അതിനോടൊപ്പം തന്നെ വീണ്ടും വർദ്ധിക്കുന്നതാണ് ഓരോ വർഷവും 12 പൈസ വീതം. ഇപ്പോൾ ഈ ഡിസംബറിൽ ഇന്നലെ മുതൽ നിലവിൽ വന്ന നിരക്കാണ് 16 പൈസ. അതിനുശേഷം ജനുവരി 1 മുതൽ വീണ്ടും 12 പൈസ കൂടി വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ 28 പൈസ ഒരു യൂണിറ്റിന്. ഫിക്സഡ് ചാർജ് 100 യൂണിറ്റ് ഉപയോഗിക്കുന്നയാൾക്ക് 5 രൂപ, അതിന് മുകളിൽ ഉപയോഗിക്കുന്നയാൾക്ക് 10 രൂപ. അങ്ങനെ വല്ലാത്തൊരു പ്രഹരം എല്ലാ മനുഷ്യർക്കും, എല്ലാ സാധാരണക്കാർക്കും ഏൽപ്പിക്കുന്നൊരു വൈദ്യുതി നിരക്ക് വർധനവാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ സർക്കാരിനെതിരായ ഒരു ആയുധമാക്കി പ്രതിപക്ഷം അതിനെ ആ വിഷയത്തെ എടുത്തിരിക്കുന്നു. അതിൽ വലിയ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് നിലവിലെ തീരുമാനവും. പ്രജിൻ, ക്രിസ്റ്റീന. തീർച്ചയായിട്ടും ഈ വല്ലാത്ത അടി, ഈ ഒരു വലിയ ഷോക്ക് ജനങ്ങൾ, അത് ഏത് രീതിയിലാണ് അതിനൊരു മാറ്റം ഉണ്ടാവുക, നിവൃത്തിയില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം ഇന്ന് ശക്തമാകും. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ശബരിമലയിലേക്ക് പോകണം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ ശബരിമലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പോൾ അതൊക്കെയാണ് സന്നിധാനത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇനി നമുക്ക് കായിക വാർത്തകളിലേക്ക് പോകണം. സ്പോർട്സ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഡി ഗുകേഷ് ഡിംഗ്ലിറൻ 10ാം റൗണ്ട് പോരാട്ടം ഇന്ന് നടക്കും. ഉച്ചതിരിഞ്ഞ് 2:30-ക്കാണ് മത്സരത്തിന് തുടക്കമാവുക. 9 റൗണ്ട് പിന്നിട്ടപ്പോൾ 1 വീതം ജയം ഉൾപ്പെടെ 4.5 പോയിന്റുമായി ഒപ്പത്തിനൊപ്പമാണ് ഗുകേഷും. 14 റൗണ്ട് നീണ്ട മത്സരത്തിൽ 7.5 പോയിന്റ് നേടുന്നയാളാണ് ജേതാവുക. ഇനി പോയിന്റ് തുല്യമെങ്കിൽ വിജയിയെ ടൈ ബ്രേക്കറിലൂടെ കണ്ടെത്തുകയും ചെയ്യും. മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതൊന്ന് ICC ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി വേദിയിൽ ഇന്ന് പ്രഖ്യാപനം ഉണ്ടായിരിക്കും. ആ വേദി ഏതാണെന്ന് അറിയണം. ദുബായിൽ നടക്കുന്ന ICC യോഗത്തിന് ശേഷമായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക. ഹൈബ്രിഡ് മോഡലിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വഴങ്ങി എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതെ, കെ ശിവദാസ് പറയുന്നു കർണാടകയിൽ 2000 യൂണിറ്റ് വരെ സാധാരണക്കാർക്ക് കറണ്ട് ഫ്രീ ആണെന്ന് പറയുന്നു. വിപിൻ വെള്ളിയാട്ട് പറയുന്നു മോർണിംഗ് വാക്കിൽ ഒരു നാൾ ചേലക്കര വാഴാലിക്ക ഉൾപ്പെടുത്താമല്ലോ. നമുക്ക് ഓരോ ദിവസം ഓരോ വയസ്സ് കുറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കമൻസ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടുപേർ അപ്പോൾ വസന്തകുമാരി ശരണം സന്നിധാനം പറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകരുടെയും കമന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ട് ചേട്ടാ ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. ഇത് വേലിയിറക്കുമ്പോ ഇവരിങ്ങനെ പുറത്തേക്ക് കളയുവേ, അല്ലെങ്കിൽ ഇവിടെ തിങ്ങിയിട്ടിട്ട് കമ്പോലൊന്നും വലിക്കാൻ പറ്റാത്തത് ഇപ്പൊ നിറഞ്ഞ് ഇനി ഇതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കും ആ അറ്റം കിടക്കണത്. അത് ശരിക്കും ഉപ്പുവെള്ളം കയറാത്ത കാരണം, ഈ മഴ പെയ്യണ കാരണം അതല്ലേ അവര് വലിച്ചു മാറ്റുന്നുണ്ട്. അവിടെ നിന്നുണ്ട് അവര് അവിടെ ഇങ്ങനെ ഇവിടുത്തെ പണിക്കാരാണ് അവര്, ഇവരുടെയൊക്കെയാണ് ഈ കമ്പോലെ. അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് എപ്പോഴും. കമ്പിയിട്ടിട്ട് വലിച്ചു കളയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇവർക്ക് വല ഇടാൻ പറ്റൂല, ഇത് ഇങ്ങനെ നിക്കണോണ്ടേ. ഈ സാധനം കളയാണ്ട് ഇവർക്കൊന്നും, അത് ഈ മഴയിടക്ക് പെയ്യണോണ്ടേ ഈ ഉപ്പുവെള്ളം വന്ന ഇത് ചേടായി പോകും. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ കളയാനേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും. ഇത് ഒരെണ്ണം കിടന്നാൽ അത് വലുതായി വരും, ഇത് ഒരുപാടായിട്ട് വരും. പുതിയ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. പക്ഷെ മേടിച്ചു, പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് വിജയിച്ചില്ലെന്ന് പറഞ്ഞ ചെറിയ മെഷീനാണ്.
നമ്മുടെ വിദേശത്തൊക്കെ ഉള്ള പോലെ കംപ്ലീറ്റ് വലിച്ചെടുക്കണം. ശരിടാ, പേര് സജീവൻ. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം ഏതാണ്ട് പൂർത്തിയാവാൻ പോകുമ്പോൾ നമ്മളൊന്ന് നടത്തം അവസാനിപ്പിച്ച് ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മാതൃഭൂമി പത്രത്തിൽ എന്താണ് വാർത്തകൾ എന്ന് നോക്കട്ടെ. ഇതാ നമ്മൾ തൊട്ട് മുൻപ് റിപ്പോർട്ട് ചെയ്ത വാർത്ത തന്നെയാണ്. വൈദ്യുതി നിരക്ക് വർധന, അതാണ് ലീഡ് വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. തുടർ ഷോക്ക് എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. വൈദ്യുതി നിരക്ക് ശരാശരി 16 പൈസ കൂട്ടി എന്ന അനുബന്ധ വാർത്ത കൂടി ഒപ്പമുണ്ട്. അതെ, അപ്പോൾ അതിന്റെ ഒരു ട്രോളാണ് കുഞ്ചുകുറുപ്പ് പറയുന്നത്. വൈദ്യുതി നിരക്ക് കൂട്ടി അടുത്ത വർഷവും കൂടും, ഒന്നിനും ഒരു കുറവും വരുത്തരുതെന്നാണ് LDF തീരുമാനം എന്ന് ആണ് പറയുന്നത് അതിനകത്ത്. അതൊരു നല്ല ട്രോളായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, ഒരു പോസിറ്റീവ് വാർത്തയാണ്. അതാ ചെന്നൈയിലെ ഹൈപ്പർ ലൂപ്പ് പുതിയ കാലത്തിന് സാധ്യതകളാണല്ലോ, അതിന്റെ പരീക്ഷണ ട്രാക്ക് പൂർത്തിയായി എന്ന വാർത്ത മാതൃഭൂമി കൊടുക്കുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിലൂടെ പങ്കുവച്ച ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്കിന്റെ ദൃശ്യമടക്കമാണ്, അതിന്റെ ചിത്രമടക്കമാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്കൊരു പോസിറ്റീവ് വാർത്ത പറയാറുണ്ട്. അതായത് ഈടില്ലാത്ത കാർഷിക വായ്പ പരിധി 2 ലക്ഷമാക്കിയിട്ടുണ്ട്. മാറ്റം 2025 ജനുവരി 1 മുതൽ, അതായത് ഈ വരുന്ന ജനുവരി 1 മുതൽ ഈടില്ലാത്ത കാർഷിക വായ്പ 1.6 ലക്ഷം, അതായത് 1,60,000 ആയിരുന്നു ഇപ്പോൾ, അത് 2 ലക്ഷമായി റിസർവ് ബാങ്ക് ഉയർത്തിയിട്ടുണ്ട്. കർഷകർക്ക് എന്തായാലും നല്ലത് സംഭവിക്കട്ടെ അല്ലേ. മറ്റൊന്ന് കണ്ടോ, വീട്ടു നമ്പർ ഇനി ഡിജിറ്റലാവും, വഴി റൂട്ട് മാപ്പിൽ കിട്ടും, വീട്ടിലേക്കുള്ള വഴി, അതായത് വീട് ഈ വഴി എന്ന് പറയുന്ന രീതിയിൽ മാതൃഭൂമി അതിനെ ക്യാപ്ഷൻ നൽകിയിരിക്കുന്നു. അത് QR കോഡുള്ള നമ്പർ പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വീടിന്റെ അഡ്രസ്സ്, വീട്ടിലേക്കുള്ള വഴി, ഇതൊക്കെ തെളിഞ്ഞു വരുന്നതാണ് പറയുന്നത്. നമ്പർ തിരഞ്ഞാലും ഉടൻ ലൊക്കേഷൻ വരും. ഒരു ഫോൺ നമ്പർ തിരഞ്ഞാൽ അയാളുടെ ലൊക്കേഷൻ കിട്ടും, ഭൂവിവരം ഉണ്ടാകില്ല. പിൻ നമ്പറും QR കോഡും ചേർത്ത് ഓരോ കെട്ടിടത്തിലും ഗോൾഡ് നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് പതിക്കും. ഇതൊക്കെ വരാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങളാണ്. നൈസ്. അതുപോലെ തന്നെ നമ്മൾ ഈ ടേബിൾ ടോപ്പ് ഗാർഡൻ ടെറേറിയം ഒക്കെ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ ടെറേറിയം നിർമ്മാണത്തിനൊരു പരിശീലനം 14-ന് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ അകത്തളങ്ങളിൽ അലങ്കാര ചെടികളുടെ അഴക് നിറയ്ക്കുന്ന ആ ടെറേറിയം ടേബിൾ ടോപ്പ് ഗാർഡൻ, അതിൻ്റെയൊക്കെ പരിശീലനത്തിനായിട്ടൊരു സെമിനാർ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. യെസ്, അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ വാർത്തകൾ ഒരുപാടുണ്ട്. നമുക്ക് മോർണിംഗ് വാക്ക് അവസാനിപ്പിച്ച് ഗുഡ് മോർണിംഗ് ഷോ തുടങ്ങാനുള്ള സമയമാവുന്നു. വെരി ഗുഡ് മോർണിംഗ് ഷോയുമായി SKN ഫ്ലോറിലുണ്ട്. SKN, വെരി 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 ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗുഡ് ഡേ. ഗുഡ് മോർണിംഗ് കൃഷ്ണ ചെറിയാൻ ആൻഡ് പ്രജിൻസി കണ്ണൻ. അപ്പോൾ വായന നിർത്തണ്ട, പത്രത്തിലെ എല്ലാം വായിക്കുക. എഡിറ്റർ, പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് വരെ വായിച്ചിട്ട് എഴുന്നേറ്റാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, നല്ല വായനയ്ക്ക് വേണ്ടി. ഓക്കെ, താങ്ക് യു.